Good morning. Uh, Next topic, directors' duties. There are two types of duties performed by directors: statutory duties and general duties. First, discuss about statutory duties. First duty of a director to verify the truthness of a prospectus to be issued by the company. കമ്പനീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള പ്രോസ്പെക്ടസ് ഉണ്ടായിരിക്കും. അതായത് പബ്ലിക് കമ്പനീസിനൊക്കെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ആ ഇഷ്യൂ ചെയ്ത പ്രോസ്പെക്ടസിൻ്റെ സത്യസന്ധത, ട്രൂത്ത് എത്രത്തോളം ഉണ്ട്, അതിനുള്ള ശരി എത്രത്തോളം ഉണ്ട് എന്ന് വെരിഫൈ ചെയ്യേണ്ടത് ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. സെക്കൻഡ് ഡ്യൂട്ടി ടു ഡിറ്റർമൈൻ ദി എമൗണ്ട് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ. മിനിമം സബ്സ്ക്രിപ്ഷൻ എത്രയാണ് സബ്സ്ക്രിപ്ഷൻ വെക്കുന്ന ആ എമൗണ്ട്, അത് ഡിറ്റർമൈൻ ചെയ്യേണ്ടതും ഡയറക്ടേഴ്സാണ്. Third one, to see that the shares are not allotted until the minimum subscription has subscribed for. അതായത് ഡയറക്ടേഴ്സ് എന്തും കൂടി നോക്കണം, മിനിമം സബ്സ്ക്രൈബ് ചെയ്യുന്നത് വരെ ഷെയർസ് ഒന്നും അലോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ടത്, അത് നോക്കേണ്ടത് ആരാണ്? ഡയറക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ ഡ്യൂട്ടിയാണ് മിനിമം സബ്സ്ക്രൈബ് ചെയ്യുന്നത് വരെ ഷെയർസ് ഒന്നും അലോട്ട് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു സീ ദാറ്റ് ഓൾ മണി റിസീവ്ഡ് ഫ്രം അപ്ലിക്കൻസ് ഫോർ ഷെയർസ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ഷെഡ്യൂൾഡ് ബാങ്ക് അൺടിൽ ദി സർട്ടിഫിക്കറ്റ് ടു കമൻസ് ബിസിനസ് ഈസ് ഒബ്റ്റെയിൻഡ്. അതായത് ഇവിടെ എന്ത് നോക്കണം? എല്ലാ മണി റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലിക്കൻസ് ഉണ്ടാവും. ഷെയർസിന് നമ്മൾ അപ്ലിക്കൻസിനൊക്കെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ഷെയർ ആയിട്ട് അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഷെയർസിൻ്റെ ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടിയ ആ എമൗണ്ട് ഷെഡ്യൂൾഡ് ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. ഏതുവരെ? അൺടിൽ ദ സർട്ടിഫിക്കറ്റ് ടു കമൻസ് ബിസിനസ് ഈസ് ഒബ്റ്റെയിൻഡ്. അതായത് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അത് ബിസിനസ്സിന് കിട്ടുന്നത് വരെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ഷെഡ്യൂൾഡ് ബാങ്കിലാണ്. അപ്പോൾ ആ ഷെഡ്യൂൾഡ് ബാങ്കിലാണോ ഈ മണിയൊക്കെ കിട്ടിയിട്ടുള്ളത് എന്ന് നോക്കേണ്ടത് ആരെന്നെയാണ്? ഡയറക്ടേഴ്സ് തന്നെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു സീ ദാറ്റ് ദ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഫ്രോം ദോസ് അപ്ലിക്കൻസ് ഹു ഹാവ് നോട്ട് ബീൻ അലോട്ടഡ് എനി ഷെയർസ് ഈസ് റിട്ടേൺഡ്. അതായത് ഇവിടെ എന്ത് നോക്കണം? ഡയറക്ടേഴ്സിന് കിട്ടിയ അപ്ലിക്കേഷൻ മണി ഉണ്ടായിരിക്കും, അത് ഡയറക്ടേഴ്സിനല്ല കമ്പനീന് കിട്ടിയ അപ്ലിക്കേഷൻ മണി ഉണ്ടായിരിക്കും. ആ അപ്ലിക്കേഷൻ മണി ദോസ് അപ്ലിക്കൻസ് ഹു ഹാവ് നോട്ട് ബീൻ അലോട്ടഡ് എനി ഷെയർസ് ഈസ് റിട്ടേൺ ആയിട്ട് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഷെയർസിനൊന്നും അലോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഡയറക്ടേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് എന്ന് പറയും to purchase and pay for their qualification shares within the specified time. അതായത് ഡയറക്ടേഴ്സിന് ഇത്ര ഷെയർസ് ഹോൾഡ് ചെയ്യാനുണ്ടായിരിക്കും, അതിനാണ് ക്വാളിഫിക്കേഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്വാളിഫിക്കേഷൻ ഓഫ് ഷെയർസിൽ എത്ര ക്വാളിഫിക്കേഷനാണ് സ്പെസിഫൈഡ് ടൈം വരെ ഇവർ പേ ചെയ്യേണ്ടത്, അതുപോലെ പർച്ചേസ് ചെയ്യേണ്ടത്, അതും ആരുടെ ഡ്യൂട്ടിയാണ്? അത് നോക്കേണ്ടത്, അത് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. അതായത് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം? പർച്ചേസ് ആൻഡ് പേ ഫോർ ദെയർ ക്വാളിഫിക്കേഷൻ ഓഫ് ഷെയർസ്. അത് സ്പെസിഫൈഡ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ഇവരുടെ ഷെയർസിനുള്ള മണി അവർ പേ ചെയ്യണം, അതുപോലെ പർച്ചേസും ചെയ്തിരിക്കണം. നെക്സ്റ്റ് ടു കീപ് ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ രജിസ്റ്റർ ഉണ്ടായിരിക്കും, മെമ്പേഴ്സിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒക്കെ രജിസ്റ്റർ ഉണ്ടായിരിക്കും. അത് കീപ്പ് ചെയ്യേണ്ടതും ഈ ഒരു ഡയറക്ടേഴ്സ് തന്നെയാണ്. നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നതാണ് ടു സെൻഡ് ദി രജിസ്ട്രാർ നോട്ടീസ് ഓഫ് conversion of shares into stock or consolidation of division of shares. അതായത് ഇവിടെ എന്ത് ചെയ്യാണ്? ടു സെൻഡ് ടു ദി രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാണ്? നോട്ടീസ് ഓഫ് കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻ ടു സ്റ്റോക്സ് ഓർ കൺസോൾട്ടേഷൻ ഓഫ് ഡിവിഷൻ ഓഫ് ഷെയർസ് ഡിവിഷൻ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ നടത്തുക, അതുപോലെ കൺവേർഷൻ നടത്തുകയാണ്, ഷെയർസ് സ്റ്റോക്കായിട്ട് കൺവേർഷൻ നടത്തുകയൊക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ രജിസ്ട്രാർക്ക് നോട്ടീസ് കൊടുക്കേണ്ടതും ആര് തന്നെയാണ്? ഈ ഒരു ഡയറക്ടേഴ്സ് തന്നെയാണ്. ഈ ഒരു കേസിലൊക്കെ നോട്ടീസ് രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ടു കോൺവീൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. അതായത് ഇവരുടെ കമ്പനീസിലൊക്കെ ജനറൽ മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യും, അതും അതുപോലെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ജനറൽ മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യേണ്ടത്, അതിനുള്ള ഫുൾ അറേഞ്ച്മെൻറ്റ് നോക്കേണ്ടത് ഡയറക്ടേഴ്സ് തന്നെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു സെൻഡ് ദി രജിസ്ട്രാർ
the register of directors, secretary and notify the change. അതായത് രജിസ്റ്റർ ടു സെൻഡ് ദി രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ രജിസ്റ്റർ, അതുപോലെ സെക്രട്ടറി, അതിൻ്റെയൊക്കെ ചേഞ്ചസ് ഒക്കെ ഉള്ളത് ഇവരെന്ത് ചെയ്യണം, രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. അതും ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നതാണ് ടു സെൻഡ് ദി രജിസ്ട്രാർ കോപ്പീസ് ഓഫ് സ്പെഷ്യൽ ആൻഡ് ദി എക്സ്ട്രാ ഓർഡിനറി റെസൊല്യൂഷൻ. രജിസ്ട്രാർക്ക് ഓർഗനൈസേഷൻ്റെ, അതായത് ബിസിനസ്സിൻ്റെ സ്പെഷ്യലോ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി റെസൊല്യൂഷനൊക്കെ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പീസൊക്കെ രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്യേണ്ടതും ഡയറക്ടേഴ്സ് തന്നെയാണ്. നെക്സ്റ്റ് എന്ന് പറയും ടു സീ ദാറ്റ് ഷെയർ സർട്ടിഫിക്കറ്റ് ആൻഡ് ഷെയർ വാറൻറ്റ്സ് ആർ കെപ്റ്റ് ഫോർ ഡെലിവറി. ഇവരെന്ത് നോക്കണം, ഷെയർ സർട്ടിഫിക്കറ്റും അതുപോലെ കമ്പനിയിലെ ഷെയർ വാറൻ്റൊക്കെ ഉണ്ടായിരിക്കും. ആ വാറൻ്റൊക്കെ ഡെലിവറിക്ക് പാകമായിട്ടുണ്ടോ എന്നുള്ളത്, ഡെലിവറി ചെയ്യാനായിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതും ആരെന്നെയാണ്, ഈ ഒരു ഡയറക്ടേഴ്സ് തന്നെയാണ്. നെക്സ്റ്റ് ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നതാണ് ടു ഗീവ് ഓൾ ദി നെസറി ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ടു ദി ഓഡിറ്റേഴ്സ് ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ഓഡിറ്റ്. ഇവരെന്ത് ചെയ്യണം, എല്ലാ നെസസറി ഇൻഫർമേഷൻസും അതുപോലെ എക്സ്പ്ലനേഷൻ ടു ദി ഓഡിറ്റേഴ്സിനുള്ള എക്സ്പ്ലനേഷൻസ്, കോഴ്സ് ഓഫ് ഓഡിറ്റിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുക്കേണ്ടത് ആരെന്നെയാണ്, ഡയറക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ ടു സബ്മിറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഡ്യൂറിങ് ദി വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഉണ്ടായിരിക്കും കമ്പനിയിലെ, അതൊക്കെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതും ഈ ഒരു ഡയറക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഡ്യൂട്ടീസ് ആണ് ജനറൽ ഡ്യൂട്ടീസ്. സെക്ഷൻ 166 ജനറൽ ഡ്യൂട്ടീസ് പറഞ്ഞിട്ടുള്ളത്. ദ ജനറൽ ഡ്യൂട്ടീസ് ഓഫ് എ ഡയറക്ടർ ബേസ്ഡ് ഓൺ ജനറൽ ലോസ് ആർ ആസ് ഫോളോസ്. ജനറൽ ലോൻ്റെ ബേസിലാണ് ഇവരുടെ ജനറൽ ഡ്യൂട്ടീസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എ ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൾ ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ദി ഒബ്ജക്റ്റ് ഓഫ് ദി കമ്പനി for the benefit of its members as a whole and the best interest of the company, its employees, shareholders, the community and for the protection of environment. ഈ ഡയറക്ടേഴ്സ് പൊതുവായിട്ട്, മറ്റേതൊക്കെ കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് കമ്പനിക്ക് വേണ്ടിയിട്ട് ഡയറക്ടേഴ്സ് ചെയ്യുന്ന ഡ്യൂട്ടീസാണ്. പക്ഷേ ഈ ജനറൽ ഡ്യൂട്ടീസിൽ ജനറൽ ലോ പ്രകാരം ഡയറക്ടേഴ്സ് എന്തൊക്കെ ഡ്യൂട്ടീസാണ് പെർഫോം ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് കമ്പനിയിലെ ഡയറക്ടർ എങ്ങനെ ആയിരിക്കണം, നല്ല വിശ്വാസത്തോടു കൂടി കമ്പനിക്ക് വേണ്ടിയിട്ട് കമ്പനിയുടെ ഒബ്ജക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അത് അങ്ങനെ ആര് ആക്ട് ചെയ്യണം, ഡയറക്ടർ ആക്ട് ചെയ്യണം. അതായത് കമ്പനിയിൽ അയാൾക്ക് നല്ല വിശ്വാസം, അതുപോലെ കമ്പനിക്ക് ഇയാളിൽ നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം. അങ്ങനെ ആയിരിക്കണം അയാൾ പ്രവർത്തിക്കേണ്ടത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, മെമ്പേഴ്സിൻ്റെ ബെനിഫിറ്റ്, അതുപോലെ കമ്പനിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതുപോലെ എംപ്ലോയീസിന് ബെനിഫിറ്റാണ്, ഷെയർ ഹോൾഡേഴ്സിന്, അതുപോലെ എൻവയോൺമെൻറ്റൊക്കെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട്, കമ്മ്യൂണിറ്റിക്കൊക്കെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് കമ്പനിയിലെ ഡയറക്ടേഴ്സ് നല്ല വിശ്വാസത്തോടു കൂടി ഗുഡ് ഫെയ്ത്തിൽ തന്നെ പ്രവർത്തിക്കണമെന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ജനറൽ ഡ്യൂട്ടീസ് വരുന്നത്. സെക്കൻഡ് വൺ, എ ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൾ എക്സസൈസ് ഹിസ് ഡ്യൂട്ടീസ് വിത്ത് ഡ്യൂ ആൻഡ് റീസണബിൾ കെയർ, സ്കിൽ ആൻഡ് ഷാൾ എക്സസൈസ് ഇൻഡിപെൻഡൻറ്റ് ജഡ്ജ്മെൻറ്റ്. കമ്പനിയിലെ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം, അവരുടെ ഡ്യൂട്ടീസ് നല്ല അറ്റൻഷനോട് കൂടിയിട്ട് നല്ല കെയറോട് കൂടിയിട്ട് അത് പെർഫോം ചെയ്യണം. അയാളുടെ സ്കില്ലും അതുപോലെ അയാളുടെ ഡെലിജൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അതൊക്കെ എങ്ങനെയായിരിക്കണം, അയാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കണം അയാൾ ജഡ്ജ് ചെയ്യേണ്ടത്. അയാളുടെ ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വന്തം താല്പര്യപ്രകാരമുള്ള ജഡ്ജ്മെൻ്റ് ആയിരിക്കണം. നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നതാണ് ഹി ഷാൾ നോട്ട് ഇൻവോൾവ് ഇൻ എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഹി മേ ഹാവ് എ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻട്രസ്റ്റ് ദാറ്റ് കോൺഫ്ലിക്ട്സ് ഓർ പോസിബിളി മേ കോൺഫ്ലിക്ട് വിത്ത് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി. ഈ ഒരു കമ്പനിയിലെ ഡയറക്ടേഴ്സ് ഒരു സിറ്റുവേഷൻ, അതായത് കമ്പനിയിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ്, തർക്കങ്ങൾ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ തർക്കത്തിന് കാരണമുള്ള എന്തെങ്കിലും ഒരു കാരണത്തിൽ ഇയാൾ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ഡയറക്ടർ ഒരിക്കലും എന്തില്ല, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ കമ്പനിയുടെ ഇൻട്രസ്റ്റ് എപ്പോഴും ഇയാൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് he shall not achieve or attempt to achieve any undue gain or advantage. കമ്പനിയിലെ ഡയറക്ടേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് അർഹമല്ലാത്ത ഒരു ഗെയിന്,
അർഹമല്ലാത്ത ആൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അയാൾ അതൊരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല, അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ഇയാളുടെ റിലേറ്റീവ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അസോസിയേറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് ഇയാൾ അൺഡ്യൂ ആയിട്ട് ഗെയിനൊക്കെ ഉണ്ടാക്കുക, അല്ല അഡ്വാൻറ്റേജസ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഈ ഒരു ജനറൽ ഡ്യൂട്ടീസ് പ്രകാരം അങ്ങനെ ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് എ ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൾ നോട്ട് അസൈൻ ഹിസ് ഓഫീസ് ആൻഡ് അസൈൻമെൻറ്റ് സോ മെയ്ഡ് ഷാൾ ബി വോയിഡ്. കമ്പനിയിലെ ഡയറക്ടേഴ്സ് ഇയാൾ ചെയ്യുന്ന ഓഫീസിൽ അല്ലെങ്കിൽ അസൈൻമെൻ്റ് ഒന്നും വോയിഡ് ആവാൻ പറ്റില്ല. വോയിഡ് എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം അല്ലാതെ ചെയ്യുന്നത് ആ കാര്യങ്ങളാവാൻ പാടില്ല. നെക്സ്റ്റ് വരുന്ന ഡ്യൂട്ടിയാണ് എ ഡയറക്ടർ ഓഫ് ദി കമ്പനി കോൺട്രാവെൻസ് ദി പ്രൊവിഷൻസ് ഓഫ് ദി സെക്ഷൻ. Such director shall be punishable with fine which shall not be less than rupees 1 lakh which may extend to 5 lakh rupees. കമ്പനിയിലെ ഡയറക്ടർ എന്ത് ചെയ്യാൻ പാടില്ല, കമ്പനിയിലെ സെക്ഷൻസിനൊന്നും കമ്പനിയിലെ സെക്ഷൻസിൻ്റെ പ്രൊവിഷൻസ് ഒന്നും തകർക്കാൻ പറ്റില്ല. അങ്ങനെ തകർക്കുകയാണെങ്കിൽ ഇവർ പണിഷബിൾ ആണ്. 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെ അത് നീണ്ടു നിൽക്കുന്ന പണിഷ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് ജനറൽ ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത്. ഇനി മെയിനായിട്ട് കുറച്ച് ഡ്യൂട്ടീസും കൂടി പറയുന്നുണ്ട്, അഡീഷണൽ ആയിട്ട് കുറച്ച് ഡ്യൂട്ടീസ് വരുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുകയാണെങ്കിൽ കമ്പനിയിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് അപ്രൂവ്മെൻറ്റ് കൊടുക്കുക, അതുപോലെ ആനുവൽ ജനറൽ മീറ്റിംഗ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ഡയറക്ടറിൻ്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ കമ്പനിയിലെ പ്രൊവിഷൻസ് ഒക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള നിയമങ്ങളൊക്കെ നടത്തുന്ന പ്രൊവിഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ള പ്രോപ്പർ സിസ്റ്റം ഫോളോ ചെയ്യേണ്ടത്, അത് എൻഷുർ ചെയ്യേണ്ടതും ഈ ഒരു ഡയറക്ടേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസിയൊക്കെ ആയിട്ട് കമ്പനി നടത്തുന്നുണ്ടോ, CSR പ്രകാരമൊക്കെയാണോ കമ്പനിയിലെ ആക്ടിവിറ്റീസ് നടത്തുന്നത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രകാരമാണോ കമ്പനിയിലെ ആക്ടിവിറ്റീസ് നടത്തുന്നത്, അത് ശ്രദ്ധിക്കണം. സെക്ഷൻ 135 പ്രകാരം അതുപോലെ 184 പ്രകാരം എവറി ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൾ ഡിസ്ക്ലോസ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ എ കോൺട്രാക്ട് വിത്ത് എ കമ്പനി. കമ്പനിയിലെ കോൺട്രാക്റ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാ കാര്യങ്ങളും ഈ ഒരു ഡയറക്ടേഴ്സ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. 2 ഡ്യൂട്ടീസാണ്, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ആൻഡ് ജനറൽ ഡ്യൂട്ടീസ്.